രഘുവേട്ട, ആരെ വിളിച്ചത്? രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ പ്രതി തിരിച്ചെത്തിയോന്നറിയാൻ വേണ്ടി വിളിച്ചതാ. ഒരിടത്തു നിന്നും കൃത്യമായിട്ടൊരു മറുപടി കിട്ടുന്നില്ലോ സുജാതെ. അവനാണ് രക്ഷപ്പെട്ടതെങ്കിൽ തീർച്ചയായും അവന്റെ ഉദ്ദേശം ഈ വിവാഹം തന്നെയാ. சார், நான் இங்கே எல்லாத்தையும் தேடி பார்த்தேன் சார். அவரு இங்கே இருக்க மாதிரி தெரியல சார். ശരവണ, പേടിക്കേണ്ടതിനെ പേടിച്ചല്ലേ പറ്റൂ. ഇന്ന് ഈ നടയിൽ നടക്കേണ്ടത് നിത്യയുടെയും ഹരിയുടെയും മംഗളകരമായ വിവാഹ കർമ്മമാണ്. അല്ലാതെ മറ്റൊന്നും ഇവിടെ നടക്കാൻ പാടില്ല. ഹരി, ഞാനിപ്പോ വരാട്ടോ. നമ്മള് രണ്ടുപേരും കുറെ ആഗ്രഹിച്ചതല്ലേ നിത്യമ്മയുടെ അച്ഛന്റെയും കൂടെ കഴിയാൻ. എനിക്കതിന് ഭാഗ്യമില്ല, പക്ഷേ കല്യാണിക്ക് ഭാഗ്യമുണ്ട്. അച്ഛനും നിത്യമ്മ എപ്പോഴും ആദ്യം വന്ന് കണ്ടോളും. നിങ്ങളാ അമ്മേ, എന്താ നിങ്ങൾ 3 പേരും മാറി നിന്ന് സംസാരിക്കുന്നേ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നം? ഇത്രയും നല്ലൊരു കാര്യത്തിന് അമ്പലത്തിലേക്ക് വന്നിട്ട് ഇവിടെ ഇനി വേറൊരു പ്രശ്നമോ? അല്ല രഘുവേട്ട? ഒന്നുമില്ലേ, വേറെ ഒന്നുമില്ല. എന്റെ മോളെ, ഈ ഞങ്ങളൊക്കെ കാരണവന്മാരായി പോയതുകൊണ്ട് ഇനി മുന്നോട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. ആ ദേ ശരവണ്ണനെ കൂടെ കൂട്ടിയെന്നുള്ളൂ. ஆமா, என்னோட தங்கச்சியோட மேரேஜ் நடக்கும்போ நானும் வந்து காரணம் இருந்தானே இல்லையா? ബാ, അവിടെ മാറി നിൽക്കാം. വാ, നമുക്ക് അങ്ങോട്ട് പോവാം. മോള് വാ. അമ്മേ, സത്യം പറയും, ശരിക്കും എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ആ, കുഴപ്പമുണ്ട്. ഇന്നെന്റെ ഏറ്റവും പ്രിയപ്പെട്ട മോളുടെ കല്യാണമോ? കല്യാണം കഴിഞ്ഞ അവൾ അവന്റെ കെട്ടിയവന്റെ വീട്ടിലേക്ക് പോയില്ല. അതിന്റെ ഒരു വിഷമമാണെന്ന് കുട്ടിക്കും. അല്ലാതെ വേറെ ഒരു പ്രശ്നവുമില്ല. എല്ലാരും സന്തോഷമാ. ഭഗവാനെ, എല്ലാം നല്ല രീതിയിൽ എത്തിച്ചു തരണേ. ഇനിയെങ്കിലും എന്റെ മോളുടെ ജീവിതം നല്ലതായിരിക്കണേ. മധുര നൊമ്പരക്കാറ്റ്